ഇനി ഈ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായുള്ള പ്രഖ്യാപനം ഇന്ന് നടക്കുകയാണ് എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു പരിപാടി കൂടി ഇന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്ത് ഈ ലക്ഷ്യം കൈവരിച്ച ആദ്യ സംസ്ഥാനമാകും കേരളം. വൈകിട്ട് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രഖ്യാപനം നടത്തുന്നത്. കമൽഹാസൻ MP, മമ്മൂട്ടി, മോഹൻലാൽ, മന്ത്രിമാർ എന്നിവരെല്ലാം പങ്കെടുക്കും. പ്രതിപക്ഷത്തിനും ക്ഷണം ഉണ്ടെങ്കിലും പ്രതിപക്ഷ നേതാവ് പരിപാടിയിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല. VV അരുൺ നമുക്കൊപ്പം തുടരുന്നുണ്ട്. അരുൺ, ഇതിലിപ്പോൾ രണ്ട് വിഷയമുണ്ട്. ഒന്ന്, നമുക്ക് ആദ്യം ഈ പ്രൗഢഗംഭീരമായ പരിപാടിയിലേക്ക് തന്നെ വരാം. അങ്ങനെയെങ്കിൽ ഈ പരിപാടിയുടെ ഒരു കോർഡിനേഷൻ ഏത് തരത്തിലാണ്? അതിഥികളായി പങ്കെടുക്കുന്നത് ആരൊക്കെയാണ്? ആ പരിപാടിയുടെ വിശദാംശങ്ങളിലേക്കാണ്. ആര്യ, സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. സർക്കാരിന് മാത്രമല്ല, സ്വാഭാവികമായും മലയാളി എന്ന നിലയിൽ ആർക്കും അഭിമാനിക്കാവുന്ന കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം ആയി മാറുമ്പോൾ എല്ലാവർക്കും അഭിമാനിക്കാവുന്ന അത് കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് അങ്ങേയറ്റം കൊഴുപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. മലയാളികളുടെ എക്കാലത്തെയും മുഖമുദ്രകളായ 3 താരങ്ങൾ, അത് ഒരാൾ മലയാളി അല്ലെങ്കിൽ പോലും മലയാളികൾ കണക്കാക്കുന്ന അദ്ദേഹവും മലയാളവുമായും കേരളവുമായുള്ള ബന്ധം എപ്പോഴും ആത്മാഭിമാനത്തോടെ മാത്രം പറയുന്ന താരമാണ് കമൽഹാസൻ. അദ്ദേഹം ഇന്ന് ഒരു MP കൂടിയാണ്. കമൽഹാസൻ MP ഈ പരിപാടിയുടെ മുഖ്യ ആകർഷണമാകും. കേരളത്തിൽ എന്ത് നല്ലത് സംഭവിച്ചാലും എന്ത് ദുരന്തം സംഭവിച്ചാലും അവിടെയൊക്കെ കമൽഹാസന്റെ സഹായവും സാന്നിധ്യവും സന്തോഷവും ഒക്കെ, നല്ലത് സംഭവിക്കുമ്പോൾ സന്തോഷമായും ദുരന്തകാലത്തൊക്കെ കേരളത്തെ ചേർത്ത് നിർത്തുന്ന സാന്നിധ്യമായും ഒക്കെ കമൽഹാസൻ എന്നും മലയാളികൾക്കൊപ്പമുള്ള താരമാണ്. മലയാളി അല്ലെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ആരും വിശ്വസിക്കാത്ത താരമാണ്. അത്തരത്തിലുള്ള കമൽഹാസൻ MP ഇന്ന് ഇതിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നുണ്ട്. മറ്റു 2 പ്രധാന താരങ്ങൾ, മലയാളിയുടെ എക്കാലത്തെയും അഭിമാന താരങ്ങൾ മമ്മൂട്ടിയും മോഹൻലാലും, ആ 2 പേരും ഒരുമിച്ച് ഒരു വേദി പങ്കെടുത്തു. നമുക്കറിയാം, മാസങ്ങൾക്ക് ശേഷമാണ് മെഗാതാരം മമ്മൂട്ടി കേരളത്തിൽ കഴിഞ്ഞ ദിവസം തിരിച്ചെത്തിയത്. വലിയ സ്വീകരണം മന്ത്രി അടക്കം പങ്കെടുത്തുകൊണ്ട് കൊച്ചിയിൽ അദ്ദേഹത്തിന്, മന്ത്രി P. രാജീവ് അടക്കം പങ്കെടുത്ത കൊച്ചിയിൽ നൽകിയിരുന്നു. ആ അഭിമാന താരം ഒരു പൊതുപരിപാടിയിൽ ആദ്യമായി കേരളത്തിൽ പങ്കെടുക്കുകയാണ്. ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം, അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയ്ക്ക് ശേഷം അദ്ദേഹം അതിൽ നിന്ന് പോരാടി തിരിച്ചു വന്ന മമ്മൂട്ടി ഇന്ന് സംസ്ഥാന സർക്കാരും സ്വാഭാവികമായും അതിന്റെ ഒരു സന്തോഷം പങ്കിടും. മമ്മൂട്ടി ഇതിലെ പ്രധാന ആകർഷണമാകും. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തലസ്ഥാനത്തെ പല പരിപാടികളിലും സർക്കാർ പരിപാടികളിലും ഒക്കെ മോഹൻലാൽ ഒരു സാന്നിധ്യമാണ്. മോഹൻലാലിന് JC ഡാനിയൽ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചപ്പോൾ സർക്കാർ സംസ്ഥാനത്തിന്റെ ആഘോഷമാക്കി മാറ്റിയിരുന്നു. വലിയ ആഘോഷമായത് സംസ്ഥാനത്ത് നടത്തിയത്. അതേ സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയിൽ ഒരിക്കൽ കൂടി തിരുവനന്തപുരത്തിന്റെ പ്രിയപുത്രനായ മോഹൻലാൽ എത്തുകയാണ്. അതിന്റെ ആവേശം ഒന്ന് വേറെ തന്നെയാകും. അങ്ങനെ മമ്മൂട്ടിയും മോഹൻലാലും കമൽഹാസനും ഉൾപ്പെടുന്ന 3 ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും അഭിമാന സ്തംഭങ്ങൾ, അവർക്ക് മലയാളവുമായുള്ള ബന്ധം. അതുകൊണ്ട് തന്നെ ആ പരിപാടിയിൽ ഈ 3 പേർ തന്നെയാണ് വരേണ്ടതെന്ന് സർക്കാർ തീരുമാനമെടുക്കുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയിൽ ഈ അതിദരിദ്രമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ ഈ 3 താരങ്ങളുടെയും സാന്നിധ്യം ആ പരിപാടിയുടെ കൊഴുപ്പ് കൂട്ടുമെന്ന ഉറപ്പാണ്. വലിയ ജനപങ്കാളിത്തം സർക്കാർ പ്രതീക്ഷിക്കുന്നു. അതിന്റെ ഭാഗമായുള്ള ക്രമീകരണങ്ങളും ഗതാഗത ക്രമീകരണം അടക്കം ഇതിനകം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഏതായാലും സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയൊരു സ്വപ്ന സഫലീകരണം, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പല പ്രസംഗങ്ങൾ അദ്ദേഹം എടുത്തു പറയുന്നത് സംസ്ഥാനത്തെ ഇത്തരത്തിൽ അതിദരിദ്രമുക്തമായി പ്രഖ്യാപിക്കണം. ആ നേട്ടത്തിലേക്ക് സംസ്ഥാനം എത്തും. ഒരു നവംബർ 1 ടാർഗറ്റ് ഇട്ടാണ് സർക്കാർ ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങിയത്. അതിൽ ഇപ്പോഴും ചില ആശങ്കകൾ, 5 ലക്ഷത്തിലധികം പേർ ഈ അതിദരിദ്ര എന്ന റേഷൻ കാർഡ് ഉടമകളായി അങ്ങനെ റേഷൻ വാങ്ങുമ്പോൾ അവരെ എങ്ങനെയാണ് സംസ്ഥാനത്തെ ദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുന്നത്? അത് ഗിമ്മിക്കെന്ന ആരോപണമായി പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ പല സർക്കാർ പരിപാടികളിലും പ്രതിപക്ഷം പങ്കെടുക്കാറുള്ളതല്ല, അവരെ ക്ഷണിച്ചിട്ടില്ല എന്ന പരാതി പലപ്പോഴും പ്രതിപക്ഷ നേതാവ് ഉയർത്താറുണ്ട്. ഏതായാലും ഇതിന്റെ തുടക്കത്തിൽ തന്നെ മന്ത്രി MP രാജേഷ് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പ്രത്യേകം പറഞ്ഞതാണ് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുന്നു എന്നുള്ളത്. ഏതായാലും ക്ഷണമുണ്ടെങ്കിലും പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കില്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. പക്ഷേ അരുൺ, ഒരു കാര്യം ചോദിച്ചോട്ടെ, എല്ലാ മലയാളികളെ സംബന്ധിച്ചും ഏറെ അഭിമാനം കൊള്ളാവുന്ന ഒരു പ്രഖ്യാപനത്തിലേക്കാണ് നമ്മൾ ഇത് കടക്കാൻ പോകുന്നത്. പക്ഷെ ആ ഘട്ടത്തിൽ പോലും ഈ ഒരു വിഷയത്തിൽ രാഷ്ട്രീയം വെച്ചുകൊണ്ട് എന്തിന് പ്രതിപക്ഷം പെരുമാറുന്നു എന്നുള്ള ചോദ്യം മറുവശത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് സ്വാഭാവികമാണ്. എന്താണ് പ്രതിപക്ഷം ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉന്നയിക്കുന്ന വിമർശനം? സർക്കാരിന്റെ കണക്കുകളിൽ പ്രതിപക്ഷം വിശ്വസിക്കുന്നില്ല. ഇതൊരു ഗിമ്മിക്ക് മാത്രമാണ്. എങ്ങനെയാണ് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറിയതെന്ന് സർക്കാർ പറയുന്നത് ആ വാദമുഖങ്ങളെ
പ്രതിപക്ഷം വിലക്കെടുക്കുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ പറയുന്നതിൽ കള്ളമുണ്ട്, കളവുണ്ട്, അതിദരിദ്രർ ഇപ്പോഴും സംസ്ഥാനത്തുണ്ട്. അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുന്നത്? ആരെ ബോധ്യപ്പെടുത്താനെന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിലൊക്കെ അക്കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ആ കണക്കുകൾ, സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന കണക്കുകൾ അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ പ്രതിപക്ഷം തയ്യാറായിട്ടില്ല. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന അവകാശവാദം കള്ളക്കണക്ക് കൊണ്ടുള്ള കൊട്ടാരം പണിയിലും തട്ടിപ്പുമെന്നാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത്. LDF പ്രകടനപത്രികയിൽ പറഞ്ഞ 4 ലക്ഷം പരമദരിദ്രരുടെ എണ്ണം 64,000 ആയത് ഏത് ചെപ്പടി വിദ്യയിലൂടെയാണെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. 1 ലക്ഷത്തിലധികം ആദിവാസി കുടുംബങ്ങൾ സുരക്ഷിതരാണോ? അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന് പ്രഖ്യാപിച്ചാൽ 6 ലക്ഷത്തോളം AIY കാർഡ് ഉടമകൾക്ക് കേന്ദ്ര സഹായം ഇല്ലാതാകില്ലേ? തോറ്റു തുന്നമ്പാടുമെന്ന് വ്യക്തമായപ്പോൾ സർക്കാർ ശ്രമിക്കുന്ന PR സംവിധാനങ്ങളുടെ മറവിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. തട്ടിപ്പ് പ്രഖ്യാപനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണം. ഇതാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത്. ഈ കണക്കുകളൊക്കെ ഗിമ്മിക്കാണ്, കള്ളക്കണക്കുകളാണ്, കള്ളപ്രഖ്യാപനങ്ങളാണ്. ഈ പ്രഖ്യാപനങ്ങൾ കൊണ്ട് കേന്ദ്ര സഹായം പോലും ഈ അതിദരിദ്രർക്ക് ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് സംസ്ഥാനം പോകുമെന്നതിനപ്പുറത്തേക്ക് ഒരു നേട്ടവും സംസ്ഥാനത്തെ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക് ലഭിക്കില്ല എന്ന വാദമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ആ പ്രഖ്യാപനത്തിൽ പിന്മാറണമെന്ന് സർക്കാരിനോട് പ്രതിപക്ഷം നിർദ്ദേശിക്കുന്നത്. ഏതായാലും പ്രതിപക്ഷം വിട്ടുനിൽക്കും. കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ പരിപാടികളിലൊക്കെ പ്രതിപക്ഷം വിട്ടുനിൽക്കുന്നത് പതിവാണ്. സർക്കാരിന്റെ വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങുകൾ ഒന്നുകിൽ ക്ഷണിച്ചില്ല എന്ന പേര് പറഞ്ഞ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ സർക്കാരുമായി സഹകരിക്കാതിരിക്കാനുള്ള പലവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം വിട്ടുനിൽക്കും. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഇന്ന് ഈ വേദിയിൽ നിന്നും പ്രതിപക്ഷം വിട്ടുനിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായും കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. യെസ് അരുൺ, നമുക്ക് അറിയാം, അതായത് സാധാരണയായി ഇത്തരത്തിൽ വികസന പരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നടക്കം ഇത്തരത്തിൽ പ്രതിപക്ഷം വിട്ടുനിൽക്കുമ്പോൾ ഈ വികസന നേട്ടങ്ങളോടെല്ലാം മുഖം തിരിച്ച് നിൽക്കുന്ന പ്രതിപക്ഷം എന്ന ടാഗ് ലൈനാണ് ഭരണപക്ഷം നൽകാറുള്ളത്. ഇന്ന് ഈ വേദിയിലേക്കും പ്രതിപക്ഷം എത്തുന്നില്ല എന്നതാണ് സാഹചര്യമെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ അത് പ്രത്യേകം എടുത്തു പറയാനുള്ള സാധ്യത കൂടി ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അത്തരം രാഷ്ട്രീയ വിമർശനങ്ങൾ ഇടതുപക്ഷവും കഴിഞ്ഞ കുറെ നാളുകളായി ഉന്നയിക്കുകയാണ്. കള്ളക്കണക്കുകളിലൂടെ പെരുപ്പിച്ചു കാട്ടിയ നേട്ടങ്ങളിലൂടെയുമാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഒരു തരത്തിലുള്ള വികസനവുമില്ല, ഒരു തരത്തിലുള്ള ക്ഷേമവുമില്ല, എല്ലാം കണക്കുകളിലെ കളിയും ഗിമ്മിക്കുകളുമാണെന്ന് പ്രതിപക്ഷം പറയുമ്പോൾ വികസന കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിന്റേത് പ്രതിലോമകരമായ നിലപാടെന്നാണ് സർക്കാർ പറയുന്നത്. എല്ലാ വികസനത്തെയും കണ്ണടച്ചെതിർക്കുന്ന, എല്ലാ നേട്ടങ്ങളെയും സംസ്ഥാനം ഒരു കീർത്തിയിലേക്ക് ഉയരുമ്പോൾ അതിന്റെ വില കുറച്ച് കാണുന്ന സമീപനമാണ് പ്രതിപക്ഷം 2016 മുതൽ സ്വീകരിക്കുന്ന വിമർശനമാണ് തിരിച്ച് സർക്കാർ ഉന്നയിക്കുന്നത്. അത് രാഷ്ട്രീയമായി സ്വാഭാവികമായും അത്തരം വിമർശനങ്ങൾ ഉണ്ട്. ദുരന്തമുഖങ്ങൾ മാത്രമാണ് കഴിഞ്ഞ കുറെ വർഷത്തിന്റെ സർക്കാരും പ്രതിപക്ഷവും ഒക്കെ ചേർന്ന് നിന്നത്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ചില നീക്കങ്ങളിലാണ്. അതിനപ്പുറത്തേക്ക് വികസന കാര്യങ്ങളിൽ സംസ്ഥാനത്ത് പ്രതിപക്ഷവും സർക്കാരും ഒന്നിച്ചു പോകുന്നത് വിരലിലെണ്ണാവുന്ന സന്ദർഭങ്ങൾ മാത്രമാണ്. 2016 ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്താകട്ടെ 2021 രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താകട്ടെ അതങ്ങനെ തന്നെയാണ് തുടരുന്നത്. വികസന കാര്യങ്ങളിൽ ഒരുമിച്ച് പോകണമെന്ന് പലപ്പോഴും പ്രസംഗിക്കുമ്പോഴും അത്തരം കാര്യങ്ങൾ പോലും രണ്ട് മുന്നണികൾക്കും ഒരുമിച്ച് പോകാൻ കഴിയുന്നില്ല എന്നൊരു വസ്തുതയാണ്. അതിന് അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്. പ്രതിപക്ഷത്തെ വികസന വിരോധികൾ, വികസന വഴിമുടക്കികളെന്ന് സർക്കാർ വിളിക്കുമ്പോൾ സർക്കാരിന്റെ കണക്കുകളിലും സർക്കാരിന്റെ PR വർക്കുകളിലും പെരുപ്പിച്ചു കാട്ടിയ വികസന നേട്ടങ്ങളിലും തങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പ്രതിപക്ഷവും മറുപടി പറയുന്നു. ഏതായാലും ഇന്നും സ്വാഭാവികമായും പ്രതിപക്ഷത്തിനെതിരെ ഇത്തരം വിമർശനങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകാം. എല്ലാ നല്ലതിനോടും മുഖം തിരിഞ്ഞെടുക്കുന്ന, എല്ലാ വികസന സമീപനങ്ങളോടും മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിപക്ഷമായാണ് ഇടതുമുന്നണി വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന പ്രതിപക്ഷത്തെ ഇപ്പോൾ ചിത്രീകരിക്കുന്നത്. അതിന് അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട്, പ്രതിപക്ഷത്തിന് മറുപടിയുമുണ്ട്. യെസ്, തീർച്ചയായും. വി അരുണാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ഇന്ന് വൈകിട്ടാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഈ പ്രൗഢഗംഭീരമായ ചടങ്ങ് നടക്കാൻ പോകുന്നത്. കമൽഹാസനും മമ്മൂട്ടിയും മോഹൻലാലും എല്ലാം മുഖ്യാതിഥികളായി എത്തുന്ന അതിവിപുലമായ ചടങ്ങ് അവിടെ വെച്ച് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി ഇന്ന് കേരളത്തെ പ്രഖ്യാപിക്കുകയാണ്.